കിങ് ഓഫ് കൊത്ത എന്ന ദുൽഖർ സൽമാന്റെ പാൻ ഇന്ത്യൻ ചിത്രത്തെ മലർത്തിയടിച്ച് മോഹൻലാൽ നായകനായ കോർട്ട് റൂം ഡ്രാമ നേരെന്ന സിനിമയ്ക്ക് ഇനി മറികടക്കാനുള്ളത് വെറും 4 സിനിമകൾ മാത്രം. (2023) മലയാളം സിനിമകളുടെ കേരളത്തിലെ കളക്ഷനിലാണ് നേര് നിലവിൽ 5ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം വന്നാൽ ബോക്സ് ഓഫീസിൽ അതുണ്ടാക്കാറുള്ള കളക്ഷനെക്കുറിച്ച് തിയേറ്റർ വ്യവസായത്തിന് ബോധ്യമുള്ളതാണ്. ഒരിടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ ഒരു മോഹൻലാൽ ചിത്രം പ്രേക്ഷക സ്വീകാര്യത നേടിയത് ജിത്തു ജോസഫ് ചിത്രം നേരിലൂടെയാണ്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 21 വ്യാഴാഴ്ച തിയേറ്ററുകളിലെത്തിയ ചിത്രം പ്രതീക്ഷിച്ചതുപോലെ കളക്ഷനിൽ അത്ഭുതം കാട്ടുകയാണ്. വെറും 6 ദിവസങ്ങൾ കൊണ്ട് തന്നെ മലയാളത്തിൽ ഈ വർഷത്തെ റിലീസുകളിൽ ഏറ്റവും മികച്ച 5 വിജയങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ചെറിയ സിനിമ. 2023 മലയാളം സിനിമകളുടെ കളക്ഷനിൽ നേര് നിലവിൽ 5ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. ദുൽഖർ സൽമാൻ നായകനായ അഭിലാഷ് ജോഷി ചിത്രം കിങ് ഓഫ് കൊത്തയെ മറികടന്നാണ് ഈ നേട്ടം. 6 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിയത് 18.85 കോടി രൂപയാണെന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. റിലീസ് ദിനമായിരുന്ന വ്യാഴാഴ്ച കേരളത്തിൽ നിന്ന് 2.75 കോടി രൂപ ചിത്രത്തിന്റെ ഏറ്റവും ഉയർന്ന ക്രിസ്മസ് കളക്ഷൻ ദിനമായ തിങ്കളാഴ്ചയായിരുന്നു. 4.3 കോടി രൂപയാണ് അന്നേ ദിവസം ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടിയത്. ഈ വർഷത്തെ മലയാളം റിലീസുകളിൽ കേരളത്തിലെ കളക്ഷനിൽ 1ാം സ്ഥാനത്ത് പ്രളയം പശ്ചാത്തലമാക്കിയ 2018 എന്ന സിനിമയാണ്. 2ാം സ്ഥാനത്ത് ഓണം റിലീസായി എത്തിയ RDXും 3ാം സ്ഥാനത്ത് മമ്മൂട്ടി നായകനായ കണ്ണൂർ സ്ക്വാഡും 4ാം സ്ഥാനത്ത് സർപ്രൈസ് ഹിറ്റായി മാറിയ രോമാഞ്ചവുമാണ്. 5ാമതാണ് നേര് എന്ന സിനിമയുള്ളത്. ആദ്യവാരം പിന്നിടാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ എന്നതിനാൽ ചിത്രത്തിന്റെ ഫൈനൽ ഗ്രോസ് കളക്ഷൻ എത്രയെന്നത് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ്. അടുത്ത മാസമാണ് മോഹൻലാലിന്റെ ആരാധകർ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയക്കോട്ടെ വാലിബൻ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ പോസ്റ്ററും ടീസറും എല്ലാം ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. അടുത്ത വർഷം മാർച്ചിലാണ് മോഹൻലാൽ ആദ്യമായി സംവിധായക കുപ്പായം അണിയുന്ന ബറോസ് റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ വിദേശ രാജ്യങ്ങളിൽ പുരോഗമിച്ചു വരികയാണ്.